ചങ്ങായിമാർ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് മജ്മയിൽ ഷാറർബൈൻ എന്ന സ്ഥലത്തെക്കുറിച്ചാണ്. പൊതുവെ മറ്റെല്ലാ ഏരിയനേക്കാളും കുറച്ച് ആൾ തിരക്കുള്ളൊരു സ്ഥലമാണ് അർബൈൻ എന്ന സ്ഥലം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ്. ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ട് സൈഡും കുറച്ച് തിരക്കുള്ള കടകളൊക്കെ നിറഞ്ഞ ഒരു ഏരിയയാണ് അർബൈൻ എന്ന സ്ഥലം. അപ്പോൾ മജ്മയിനെ സംബന്ധിച്ചിടത്തോളം കുറേ കടകൾ, അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് അർബൈൻ എന്ന് പറയുന്ന സ്ഥലം. നമ്മളിത് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഹോട്ടലുകളും അതുപോലെ നമ്മളെ റെസ്റ്റോറൻറ്റുകളും പിന്നെ അത്യാവശ്യം ഗ്രോസറി സ്റ്റേഷനറി സാധനങ്ങളൊക്കെ കിട്ടുന്ന ഏരിയയാണ് അർബൈൻ. എൻ്റെ ഇപ്പോൾ വലത്തെ സൈഡ് കാണുന്ന സ്ഥലമാണ് നമ്മൾ പെരുന്നാളൊക്കെ നിസ്കരിക്കുന്ന ഈദ്ഗാഹ് എന്ന് പറയും. ഒരു മൈതാനാണ്. അതിന് കോമ്പൗണ്ട് കെട്ടി ചുറ്റുമതിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. അത് പെരുന്നാൾക്ക് മാത്രമേ തുറക്കുള്ളൂ. 2 പെരുന്നാൾ നിസ്കാരം അവിടെ ആയിരിക്കും മിക്കവാറും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അർബൈനിലെ കൂടിയാണ്. അപ്പോൾ നമ്മളെ ചൂട് കാലത്ത് നല്ല ചൂടുണ്ടാവും. ഏകദേശം തണുപ്പ് കാലത്ത് അതേപോലെ അവസ്ഥ. നല്ല തണുപ്പുള്ള സമയത്ത് കൊടും തണുപ്പായിരിക്കും മജ്മയെ സംബന്ധിച്ചോളം. പ്രകൃതിയോട് നല്ല ഇണങ്ങിച്ചേരുന്നൊരു സ്ഥലമാണ്. വീടുകളൊക്കെ വളരെ കുറവായിരുന്നു. ഞാൻ ഏകദേശം 8 വർഷം മുമ്പ് വരുമ്പോൾ വീടുകളും അതുപോലെ റോഡുകളൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ വികസിച്ച് ഡെവലപ്മെൻറ്റായി വരുന്നൊരു സ്ഥലമാണ് മജ്മ. ഇപ്പോൾ കുറേ കടകളും അതുപോലെ തന്നെ റോഡും മാളുകളും പിന്നെ ഇഷ്ടംപോലെ വീടുകളൊക്കെ വന്നു. അപ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിലെ അവസ്ഥ തന്നെയാണ്, ഇങ്ങനെ വികസനം വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡ് കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ വണ്ടിയൊന്നും കാണുന്നില്ല, തിരക്കൊക്കെ കുറവാണെങ്കിലും ഏകദേശം നമ്മൾ ആദ്യം കണ്ട സ്ഥലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് മലയാളികളും അതുപോലെ കർണാടകയിലുള്ളവരൊക്കെ ഉള്ള ഏരിയ കൂടിയാണ് നമ്മളെ മജ്മ. പഴയ കാലം മുതൽ തന്നെ മജ്മയിൽ ബിസിനസ് സംബന്ധമായി കുറേ കർണാടകരുണ്ടായിരുന്നു. നമ്മൾ വരുമ്പോൾ ഒരുപാട് ആളായിരുന്നു. ഇത്താക്കത്ത് പ്രശ്നമായിട്ട് കുറേ ആൾ നാട്ടിൽ പോയി. ഇപ്പോൾ വീണ്ടും പുതിയ ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ വ്യത്യസ്തമായ കലാപരിപാടികളും സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളൊക്കെ മജ്മയിൽ നടക്കാറുണ്ട്. മലയാളികളും കർണാടകകളൊക്കെ ചേർന്നു. അപ്പോൾ നല്ല ഒരു ആൾക്കാർക്ക് താമസിക്കാനും അതുപോലെ തന്നെ ജോലി ചെയ്യാനൊക്കെ നല്ല ആംബിയൻസ് ഉള്ള, അഥവാ എപ്പോഴും തണുപ്പിന് നല്ല തണുപ്പും അതുപോലെ ചൂട് സമയത്ത്
പക്ഷെ നല്ല മോശമല്ലാത്തൊരു കാലാവസ്ഥയാണ് മജ്മയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറ്. വലിയ ട്രാഫിക് കാര്യങ്ങളോ അതുപോലെ തിരക്കോ ഇല്ലാത്തൊരു ഏരിയയും കൂടിയാണ് മജ്മ. പൊതുവെ നല്ല ആൾക്കാരാണ്. ഇപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റിയും അതുപോലെ റെയിൽവേ സ്റ്റേഷനും അതുപോലെ കുറേ മാളുകളൊക്കെ വന്നിട്ട് മജ്മയിൽ ഇങ്ങനെ വികസനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ചെറിയ തിരക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പക്ഷേ റിയാദിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ വളരെ ട്രാഫിക്കൊന്നും ഇല്ലാത്ത ശാന്തമായ നല്ലൊരു ഏരിയ കൂടിയാണ് മജ്മ. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരും. ഇതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, മുമ്പോട്ട് പോകാൻ പറ്റും. പുതിയ പുതിയ വീഡിയോസായിട്ട് എല്ലാവരും സഹകരിക്കുക. ഇപ്പോൾ പുതിയ പുതിയ അനുഭവങ്ങളായിട്ട് പുതിയ പുതിയ വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ചങ്ങായിമാർ വ്ളോഗ്സ് വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്, വീണ്ടും കാണാം.